السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. പ്രിയപ്പെട്ട ഞാനേറെ സ്നേഹിക്കുന്ന സയ്യിദുമാർ, സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളായ പണ്ഡിതന്മാരും ഉമറാക്കളും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരതരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഒരുപാട് സമ്മേളനങ്ങൾ, ഒരുപാട് വർഷം, 26 വർഷക്കാലം ചെളി നിറഞ്ഞ അബദ്ധങ്ങൾ മാത്രം ചെയ്തു കൂട്ടുന്ന സമുദായത്തെ പിളർത്തിയ, ഇസ്ലാമിക സമൂഹത്തിന്റെ രക്തം വിറ്റുകിട്ടിയ പണം കൊണ്ട് ജീവിതം നയിക്കുന്ന, മോഡിയിൽ നിന്ന് പണം വാങ്ങിയ കൂട്ടത്തിൽ കൂടിപ്പോയതിൻ്റെ വേദന ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വച്ച്, ആധികാരികമായി ഈ വേദിയിൽ വെച്ച് അതിൻ്റെ പേരിൽ ഞാൻ നാഥനോട് തൗബ ചെയ്യുന്നു. റഹ്മാനെ, അറിയാതെ ആ കഴത്തിൽ ഞാനും പെട്ടുപോയി. തിരിച്ചറിവുണ്ടായിരിക്കുന്നു, ഇത് നീ സമസ്തയുടെ മഹാന്മാരായ, കഴിഞ്ഞുപോയ, ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ മഹാത്മാക്കളുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓർമ്മകൾ ഒരുപാട് ഈ സദസ്സിനെ കാണുമ്പോൾ തികട്ടി വരുന്നു. ഇത്തരം സമ്മേളനങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് നടന്നപ്പോൾ മറുപക്ഷത്തിരുന്ന് ഇതിനെ കൊച്ചാക്കാൻ, ഇവിടെയൊന്നും എത്തി നോക്കാതെ നേതാക്കൾ പറഞ്ഞത് മാത്രം കേട്ട് ശീലിച്ചതിൻ്റെ പേരിൽ പലതും ചെയ്തു പോയതിൻ്റെ പാപത്തിൻ്റെ ഓർമ്മകൾ തികട്ടി വരികയാണ്. ഈ സദസ്സിലേക്ക് ഇന്നലെ വന്നപ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. മുജാഹിദുകൾ നടത്തുന്ന സമ്മേളനങ്ങളിൽ പലപ്പോഴും ഞാൻ വീക്ഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സുന്നികളെന്ന പേരിൽ എൻ്റെ കൂടെയുള്ളവർ പ്രവർത്തിച്ചിരുന്ന നവബിദഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരുപാട് സമ്മേളനങ്ങൾ വീക്ഷിക്കാനൊക്കെ പോയ സമയത്ത് ഒരു പത്രപ്രവർത്തകരെന്ന നിലയിൽ ആ സമ്മേളനങ്ങളിലൊക്കെ കണ്ട ചിലതിൽ നിന്ന് വ്യത്യസ്തമായി വീടും കുടുംബവും വീട്ടുകാരും സ്ത്രീകളും കുട്ടികളും വീട്ടിലെ പട്ടിയും എല്ലാം കൂടി വന്ന് തൊട്ടിലും കെട്ടി സമ്മേളനങ്ങൾ നടത്തിയ, അതിൽ പോലും കാണാത്ത ക്യാമ്പിലെ ആവേശവും ഊർജവും ഇവിടെ കാണുന്നു. മറ്റു പല സമ്മേളനങ്ങളിലും, പ്രത്യേകിച്ച് ഞാൻ പങ്കെടുത്തിരുന്ന, ഒരുപാട് കാലം പങ്കെടുത്ത എൻ്റെ പഴയകാലയുടെ സദസ്സുകളിൽ കാണാറുള്ളത് വെറും വെള്ളവസ്ത്രം ധരിച്ച, ഒരുപോലെ യൂണിഫോം ധരിച്ച ആളുകളെയാണ് കാണുക. അഥവാ മർക്കസിൽ നിന്നും സഅദിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കുട്ടികൾ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇന്നലെ തന്നെ അന്വേഷിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അറബി കോളേജുകൾക്കൊക്കെ എപ്പോഴാണ് ലീവ് എന്ന്. നാളെയാണ് അത്ര ലീവ്. പക്ഷെ ഞങ്ങളുടെ ആളുകളുടെ സമ്മേളനം നടത്തുമ്പോൾ സംസ്ഥാനത്തിന്റെയോ ജില്ലയുടെ സമ്മേളനത്തിന്റെ 2 ദിവസം മുമ്പ് തന്നെ ലീവ് പ്രഖ്യാപിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് ലീവ് കൊടുക്കും. ഇവിടെ ഒരു കോളേജിന്റെയും പ്രാതിനിധ്യം ഈ സദസ്സിൽ കാണുന്നില്ല. അത് തെളിയിക്കുന്നത് മുസ്ലിം മുഖ്യധാര സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്നാണ്. കലാപരമായുണ്ടാക്കിയ നേതാക്കൾക്ക് കലാപരമായുള്ള ശിഷ്യന്മാരും അനുയായികളും തന്നെ വേണ്ടിവരും.
എന്നാ പിന്നെ സമ്മേളനം നടത്തണോ എന്ന് എനിക്കിപ്പോ തോന്നുകയാണ് അവരോട് ചോദിക്കാൻ. അത് കോളേജിലെ ദർസ് തന്നെ ആക്കി മാറ്റിയാ പോരെ? ഇത്രമേൽ സമുദായത്തിന്റെ പണം പിരിച്ച് സമ്മേളനങ്ങൾ നടത്തുന്നവരുടെ മുന്നിലിരിക്കുന്ന സദസ്സ്, അതൊന്ന് ഫോട്ടോ എടുത്ത് നോക്കൂ നിങ്ങൾ. പഴയകാലത്ത് പലരും നടത്തിയ സമ്മേളനങ്ങളെ അതിലൊക്കെ കാണുന്നത് അവരുടെ സ്വന്തം അനുയായികളെ മാത്രമാണ്. ഏതനുയായികള്? കുട്ടികളായ മുത്തഅല്ലിങ്ങള്. അവരുടെ മുത്തഅല്ലിങ്ങൾ മാത്രമാണ് കാണുന്നത്. സമൂഹത്തിലെ ഒരു മഹല്ലിലുള്ള ഒരു കുട്ടിയെ പോലും അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രസ്ഥാനം അധപ്പതിച്ചു പോയിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെടാണ് ഇവിടുന്ന് ഈ സദസ്സ് നോക്കുമ്പോ. ഓരോ നാട്ടിലെയും പ്രിയപ്പെട്ട നാട്ടിന്റെ കാരണവന്മാർ, നാട്ടിലെ ചെറുപ്പക്കാർ, നാട് ഭരിക്കുന്ന പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തെ പ്രഗത്ഭരൊക്കെ എന്റെ ഈ സദസ്സിൽ എന്റെ മുന്നിലുണ്ട്. പക്ഷെ അവിടെ കാണാറുള്ളത് എപ്പോഴും ഉസ്താദ് കണ്ടുപരിചയമുള്ള ഉസ്താദുമാർ, കണ്ടുപരിചയമുള്ള ശിഷ്യന്മാരാണെങ്കിൽ ഈ വ്യത്യസ്തതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ജനകീയമാക്കിയതും. സമസ്തയുടെ നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ വരുമ്പോ അത് ശക്തമായി ഏറ്റെടുക്കാൻ ഒരു സമൂഹം ഉണ്ടാവുന്നതും അതുകൊണ്ടാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി എന്റെ ഈ യാത്രക്കിടയെ ഞാൻ കണ്ടെത്തി. ഞാൻ ഈ അടുത്ത ദിവസം കാസർഗോഡ് ജില്ലയുടെ ഒരു അറ്റത്ത്, മൗക്കോടിന്റെയൊക്കെ തൊട്ടടുത്തൊരു പ്രദേശത്ത് ഞാനൊരു പ്രസംഗത്തിന് പോയപ്പോ അവിടെ നടന്നൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ കേട്ടു. ഒരു പക്ഷത്ത് മത്സരത്തിന് ഇറങ്ങിയത് AP വിഭാഗത്തിന്റെ ആളായിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. എതിർപക്ഷത്തിറങ്ങിയത് SKSSFന്റെ പ്രവർത്തകരുമായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ വെല്ലുവിളിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷത്ത് SKSSFകാരനും മറുപക്ഷത്ത് ഞങ്ങളുടെ പ്രതിനിധിയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ ആര് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് കാണും, അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറുണ്ടോ എന്ന് കാന്തപുരം മലപ്പുറത്ത് വെച്ച് നടത്തിയ ഒരു വെല്ലുവിളിയെ എനിക്ക് ഓർമ്മയുണ്ട്. ആ പ്രദേശത്ത് ചെന്നപ്പോ 10,250 വോട്ട് ആകെയുള്ള വോട്ടിൽ, അത്ര ഉള്ളു വോട്ട് അവിടെ, 70-80 വോട്ട് മാത്രം AP വിഭാഗത്തിനും 200-ന് മേലെ വോട്ട് സമസ്തയുടെ പ്രവർത്തകർക്കും ലഭിച്ചു. അൽഹംദുലില്ലാഹ്, ഇത് സമൂഹത്തിൽ സമസ്തയുടെ പ്രവർത്തകർക്ക് ഓരോ മഹല്ലിലുമുള്ള സ്വാധീനത്തെ അറിയിക്കുന്നതാണ് എന്ന് മനസ്സിലായി. കാന്തപുരത്തിന്റെ വെല്ലുവിളിക്ക് മറുപടിയായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അന്വേഷിച്ചു, എതിർഭാഗത്ത് ആരൊക്കെയാ വോട്ട് ചെയ്തത്, എതിർഭാഗത്ത് ആരാ വോട്ട് ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോ അതിൽ പലരുടെയും കുടുംബം പോലും വോട്ട് ചെയ്തില്ല. കാരണം എന്താ? ഈ സമുദായത്തെ പിളർത്താൻ കൂട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് ഇയാൾ എന്നതുകൊണ്ട് മാത്രമായിരുന്നു അതിന്റെ കാരണം. 26 കൊല്ലം പ്രവർത്തിച്ചൊരു പ്രസ്ഥാനം എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഞാൻ പ്രവർത്തിച്ചപ്പോ എന്റെ മഹല്ല് 1000 ചില്ലാനം വീടുള്ള മഹല്ലാണ് രാമന്തളിയിൽ. ഈ മഹല്ലിൽ 26 കൊല്ലം ഞാൻ പ്രവർത്തിച്ചിട്ട് എനിക്ക് നൂഹ് നബിക്ക് കിട്ടിയ ആളെ പോലും കിട്ടിയില്ല അവിടെ. എന്താ കാരണം? ഒന്നുമില്ല, ഈ വ്യക്തിയെയാണ് ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചത്. ഈ മുഖം കണ്ടുകൊണ്ട് അവിടെ എന്നോടൊപ്പം വരാൻ ഒരാളെ തയ്യാറായില്ല. അവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാരൊക്കെ മുഫത്തിഷുമാരൊക്കെ ആയിട്ട് ഇവിടെ തന്നെയുണ്ട്. അവർക്കൊക്കെ തന്നെ അറിയാം ആ നാട്ടിന്റെ ഗതി. ഇത് തന്നെയാണ് കേരളത്തിൽ മുഴുവനുള്ള അവസ്ഥ. ഇവിടെ പിണങ്ങോട് സാഹിബ് പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. മഹല്ലിലെ മദ്രസകളുടെയും മറ്റും കേരളത്തിലെ കണക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം ആ പക്ഷത്തുള്ള സമയത്ത് അവരുടെ മദ്രസകളെ കുറിച്ച് പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന്റെ ശക്തി അറിയാൻ വേണ്ടി അവർക്ക് എത്ര മദ്രസയുണ്ട്, അഥവാ ഞങ്ങൾക്കന്ന് എത്ര മദ്രസയുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ട് എന്റെ പയ്യന്നൂരും പരിസരത്തും മൊത്തം തെരഞ്ഞു നടന്നപ്പോ ഒരു മദ്രസയാണ് പയ്യന്നൂരിന്റെ പരിസരത്ത് കണ്ടത്. ഒരു മദ്രസ. ആ മദ്രസക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മദ്രസ പെരുമ്പയിലുള്ളത്, അതിലൊരു കുട്ടിയുമില്ല. അതിലൊരു കുട്ടിയുമില്ല. പിന്നെ ഉണ്ട് എന്ന് പറയുന്ന മറ്റു ചില പ്രദേശങ്ങൾ അതിന്റെ പുറത്തുണ്ട്. അവിടേക്ക് ഒരു മദ്രസ ഒറ്റ ക്ലാസ് റൂമാണ്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ കുട്ടികൾ 6. ഇത് ഭംഗിവാക്കുന്നതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നിഷേധിക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇത് തെളിയിച്ചു കൊടുക്കും. ഇത് ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ കേൾക്കുന്നുവെന്ന ഉത്തമ ബോധ്യത്തോടെ ആധികാരികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാന്തപുരം പറയും പോലെ, പേരോട് പറയും പോലെ, ഇല്ലാത്തത് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് ശുഹദാക്കളുടെ പുണ്യം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രാമന്തളിയിലാണ്.
ഞാൻ ജനിച്ചത് അവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ രാമന്തളിയിലായതുകൊണ്ട് കളവ് പറയാൻ പഠിച്ചിട്ടില്ല. സത്യം അതുകൊണ്ട് എത്ര കയ്പുള്ളതാണെങ്കിലും വിളിച്ചു പറയാൻ ഞാൻ എന്റെ മഹാന്മാരായ മുൻഗാമികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതും സമസ്തന്റെ മദ്രസയിൽ തന്നെയാണ്, AP പഠിച്ചതും സമസ്തന്റെ മദ്രസയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാനതാ ഓർത്തത്, കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നൊരു പ്രസ്ഥാനത്തിന് ആകെയുള്ള മദ്രസകളുടെ എണ്ണം കേട്ടാൽ ഈ മുന്നിൽ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ച വളണ്ടിയർമാരുടെ എണ്ണം പോലും കണ്ണൂർ ജില്ലയിലെ മദ്രസകൾക്കില്ല. 55 മദ്രസ മാത്രമേ കണ്ണൂരിലെ AP വിഭാഗത്തിനുള്ളൂ. ഇവരാ പറയുന്നത് ഞങ്ങൾക്ക് 25,000 മദ്രസയുണ്ട്. ആ കണക്ക് ശരിയാവണമെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഇരുന്ന് കണക്കൂട്ടണം. അല്ലാതെ ഒരിക്കലും ആ കണക്ക് ശരിയാവില്ല. ഈ വിഭാഗത്തിന്റെ ആളുകൾ ഇന്ന് ഞാനിങ്ങനെ എന്റെ പഴയ രേഖകൾ ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ കാന്തപുരം 2011 നടത്തിയൊരു പ്രസ്താവന കണ്ടു, ഞങ്ങൾ 1000-ഓളം പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2014 ആകുമ്പോഴേക്ക് അദ്ദേഹം പറയാണ് ഞങ്ങൾ 2000-ലധികം പള്ളിയുണ്ട്. 1000-ഓളം പള്ളി 2 കൊല്ലം കൊണ്ട് അദ്ദേഹം 1000 പള്ളി ഉണ്ടാക്കിയത്ര കേരളത്തിൽ കൂടുതലായി. എന്താപ്പോ മൂപ്പര് ഏത് കമ്പനിയായത്? ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിങ്ങൾ ഈ പണി ഏൽപ്പിച്ചത്? ഇത്ര വലിയ കമ്പനി കേരളത്തിലുണ്ടെങ്കിൽ യൂസുഫ് അലി സാഹിബിന് പറഞ്ഞു കൊടുക്കൂ, അദ്ദേഹത്തിന് വലിയൊരു ബിൽഡിംഗ് കോഴിക്കോട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. കളവ് മാത്രം പറയാൻ പഠിച്ചൊരു പ്രസ്ഥാനത്തിന്റെ നായകനും നേതൃത്വവും പ്രസ്ഥാനവുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്, ഇത്തരം ചെറുതും വലുതുമായ ഒരുപാട് കളവുകളെ മുന്നിൽ കണ്ടപ്പോഴാണ്, ഇതൊരു പണ്ഡിതനോ ഒരു പണ്ഡിത പ്രസ്ഥാനമോ അല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്. ചിലരിപ്പോ, ഞാൻ ഇന്നലെ സിറാജ് വായിച്ചു, സമ്മേളനം തുടങ്ങുന്നുവെന്നും സമൂഹം ഒഴുകി വരുന്നുവെന്നും കണ്ടപ്പോ സിറാജ് ദിനപത്രം ഇപ്പൊ കക്കൂസ് എണ്ണി നടക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ആ ഓർമ്മ വിടാൻ പറ്റൂലല്ലോ, ആ പത്രം വായിക്കണമല്ലോ. ഞങ്ങൾ കൊണ്ടുനടന്ന കാലത്ത് ആ നോട്ടീസിന് കുറച്ചെങ്കിലും ഒരു വില ഉണ്ടായിരുന്ന ഒരു ഓഫ്സെറ്റ് നോട്ടീസ് പോലെങ്കിലായിരുന്നു. ഇത് പഴയ ടിഡിൽ പ്രസ്സിൽ അടിക്കുന്ന നോട്ടീസ് പോലെയായി ഇന്നലെ. എന്താ നോട്ടീസിലുള്ളത്? ഈ സമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതി, ഞങ്ങൾ 40-ാം വാർഷികത്തിന് 40 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. 40 കൊല്ലത്ത് ചെയ്ത പണിയാണ് പറയുന്നത്. ഇവിടെ ഓരോ വർഷവും ചെയ്യുന്ന, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മണ്ണാർക്കാട് SKSSF നടത്തിയ 25ഓളം പെൺകുട്ടികളുടെ വിവാഹം, ഈ അടുത്ത് ദേർലക്കട്ടയിൽ വെച്ച് നടന്ന 25ഓളം ആ പരിസരങ്ങളിൽ നടന്ന കല്യാണങ്ങൾ, മംഗലാപുരത്ത് നടന്നത്, ഇവിടെ നടക്കുന്ന മറ്റു പരിപാടികൾ ഓരോ ദിവസവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ആകെ 40 കൊല്ലത്തിനിടയിൽ ചെയ്ത ഒരു കല്യാണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഈ മനുഷ്യന്മാരിങ്ങനെ പറയുന്നത്. എന്നാ പിന്നെ സുഖമായിട്ട് പറയായിരുന്നു, കഷ്ടത അനുഭവിക്കുന്ന കാശ്മീരിൽ നിന്നും ഞങ്ങൾ ഒരു കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞൂടെ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പുത്രൻ 2ാമത് കല്യാണം വെച്ചത് അവിടെ നിന്നല്ലേ? അതും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അത് മോശമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നമ്മളെ SKSF-ന്റെ പ്രവർത്തകരിൽ ഒരുപക്ഷെ SOEസുകാരിലൊക്കെ അങ്ങനെ കഴിച്ചവരുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത്, ഈ കല്യാണങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് ഞങ്ങൾ ഉസ്താദ് കാശ്മീരിലെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ വരരുത്. ഇങ്ങനെ ഇത് കല്യാണമൊക്കെ പറഞ്ഞ് എഴുതി വന്നിട്ട് ഒരു ഔദ്യോഗിക കമ്മിറ്റി പ്രസ്താവന നടത്തിയിട്ട് വലിയ കോളം വാർത്തയാണ്. 4 കോളം വാർത്തയിൽ പറയുന്നു, SOEസിന്റെ 60-ാം വാർഷികമെന്ന് പറഞ്ഞ് നമ്മൾ 60 കക്കൂസ് ഉണ്ടാക്കിയത്ര ഇവിടെ. ഒരു വിഭാഗത്തിന്റെ അധപ്പതനത്തിന്റെ ആഴമിളക്കാൻ ഈ വാർത്ത മാത്രം മതി. എന്താ, ഇത്ര വലിയൊരു സമ്മേളനം നടക്കുമ്പോ ഇതൊന്നുമല്ല അവർക്ക് കണ്ടത്, കക്കൂസ് അവർ കണ്ടത്. ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും യോജിച്ച പണിയും ഇതാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, 6 പേരെ ഈ പ്രസ്ഥാനത്തുനിന്ന് പുറത്താക്കിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ച് സാധാരണ പേരോടൊരു പ്രയോഗം നടത്താറുണ്ടായിരുന്നു. ഞാൻ തന്നെ തിരിച്ചു മറുപടിയും പറയാറുണ്ട്. അതിന് പേരോട് പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വരുന്നൊക്കെ വേസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഇവിടുന്ന് ഒന്നിച്ച് 6 എണ്ണത്തിനെ പുറത്താക്കി. അത് ഞെളിയമ്പറമ്പാണെന്നതിൽ എന്താ സംശയമുള്ളത്? ഒന്നിനേക്കാളധികം 6 എണ്ണം ഒന്നിച്ചുപോയി. ഈ കച്ചറിടുന്ന സ്ഥലങ്ങൾ ഒന്നിച്ചായപ്പോ അവർക്ക് സ്വന്തം പദ്ധതികൾ പരിപാടികളില്ലാതെ വന്നപ്പോ സമസ്തയുടെ പ്രവർത്തകർ ഒത്തുകൂടുന്ന സ്ഥലത്ത് എത്ര കക്കൂസ് ഉണ്ടെന്ന് അന്വേഷിക്കുന്ന ഗതികേടിലേക്ക് ഏതായാലും ആം ആദ്മി പാർട്ടി ചേരാൻ പറ്റും. അവരെ ചിഹ്നം അതിൽ AP ഉണ്ട്. ആം ആദ്മി പാർട്ടിയാണല്ലോ, AP ആണല്ലോ. നല്ലതാണ് ചിഹ്നം, നിങ്ങൾക്ക് യോജിച്ച ചിഹ്നം, അടിച്ചു വരാൻ പറ്റുന്ന ചൂല്. അന്വേഷണം എന്താണ്? കക്കൂസ് വൃത്തിയാക്കൽ. ഇതൊക്കെ
ഞാൻ എന്റെ ഭാഷ മോശാക്കല്ല, ഞാൻ വായിച്ച പത്രത്തിലുള്ളത് പച്ചയായി തുറന്നു പറയുന്നു മാത്രം. സിറാജ് എന്നൊരു ഡിക്ലറേഷനുള്ള പത്രത്തിന് എഴുതാൻ പറ്റുമെങ്കിൽ അതെനിക്ക് പറഞ്ഞുകൂടെ അങ്ങോട്ട്? എന്റെ വകയല്ല ഇതൊന്നും. ഇങ്ങനെ എഴുതുന്ന ഒരു അബദ്ധത്തിലേക്ക്, വൃത്തികേടിലേക്ക് ഇവരെത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോട് എനിക്ക് ഈ ആധികാരിക വേദിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 26 കൊല്ലം നിങ്ങളുടെ കൂടെ വന്ന് പ്രവർത്തിച്ചപ്പോ കാണാത്ത ആത്മീയത ഞാനിവിടെ കാണുന്നു, ജനകീയത ഞാനിവിടെ കാണുന്നു, വിശ്വാസം ഇവിടെ കാണുന്നു. ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതക്കൊപ്പുറം പരസ്പര സ്നേഹത്തെ ഞാനിവിടെ കാണുന്നു. കടിച്ചു മുറിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന നിങ്ങളുടെ നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ ഇവിടെ കാണുന്നില്ല. ഈ സ്നേഹത്തിന്റെ ഈ പ്രവിശാലമായ തീരം പാരമ്പര്യത്തിന്റെ തറവാടാണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എന്റെ പഴയകാല നേതാവ് ജനാബ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ പ്രസ്ഥാനം പിരിച്ചുവിടണം. ഇതൊരു സാധാരണ പ്രവർത്തകന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള നിങ്ങളെ തിരിച്ചറിഞ്ഞ ഒരാളുടെ വാക്കുകൾ വേദനയോടുള്ള വാക്കുകളാണ്, നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വാക്കാണ്. രണ്ട് പ്രസ്ഥാനത്തെ സമീകരിച്ചുകൊണ്ട് ഇതിലൊന്നിന് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കാൻ അവകാശമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയാനുള്ള വാക്കാണ്. ഇതേ ആളുകൾ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരണം നടത്തുന്നുണ്ട്. എന്താ, അവര് എറണാകുളത്ത് സമ്മേളനം നടത്തിയപ്പോ ഒരു തോണി ഉണ്ടാക്കിയിരുന്നത്ര. സത്യമാണ്, തോണി ഉണ്ടാക്കിയിരുന്നു, ഞാനും കണ്ടിരുന്നു 40ാം വാർഷിക സമ്മേളനത്തിൽ. അവിടെ പിന്നെ അതൊരു 40ാം ആണ്ട് നേർച്ചയായിരുന്നു, അതിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു കപ്പൽ ഉണ്ടാക്കി വെച്ചപ്പോ എനിക്ക് തോന്നുന്നു ഉള്ളാൾ തങ്ങൾക്ക് ആ വിഭാഗത്തോട് വല്ലാത്ത വെറുപ്പായിരുന്നു. അവസാന ഘട്ടത്തിൽ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് ഞാൻ ഈ സമൂഹത്തിൽ, ഈ സദസ്സിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അവിടത്തേക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. കാന്തപുരത്തിന്റെ കുടുക്കിൽ കുടുങ്ങിയിട്ടാണ് ആ പാവം മനുഷ്യൻ തന്റെ ഉസ്താദുമാരെ പോലും തള്ളിപ്പറയേണ്ടി വന്നത്. പുറത്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആ ഉള്ളാൾ തങ്ങൾ ഒരിക്കൽ എന്നോട് തന്നെ ഉള്ളാൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ എന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തിരുവനന്തപുരത്തേക്ക് സമ്മേളനത്തിൽ കൊണ്ടുപോയത്, കേരള യാത്രക്ക് കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞപ്പോ, ഞാൻ അവിടെയുള്ളപ്പോ എനിക്ക് സാക്ഷിയായി ഉള്ളാൾ തങ്ങളുടെ പുത്രിയുടെ മകളുടെ പുത്രനും അതുപോലെ അവിടെയുള്ള ഒരുപാട് ആളുകൾ സാക്ഷിയായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് എന്നെ പ്രസംഗിക്കാതെ വിട്ടത്? പ്രസംഗിപ്പിച്ചാൽ ഞാൻ പലതും പറയുമെന്ന് അവർക്കറിയാമല്ലേ എന്ന് വിളിച്ചു പറഞ്ഞത്, എന്നോട് നേരിട്ട് പറഞ്ഞത് ഉള്ളാൾ തങ്ങളാ. എനിക്ക് തോന്നുന്നത് ഈ 40ാം വാർഷികത്തിന്റെ തോണി കണ്ടപ്പോൾ ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാവും, എന്തിനാ പഠിച്ചോനെ കപ്പലാ, ഈ കപ്പൽ എന്തിനാ ഈ ഇങ്ങനെ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചത് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാ വരുന്നു. പടച്ചോന് തോന്നിയിട്ടുണ്ട്, വെറുതെ ഇങ്ങനെ കപ്പൽ വെക്കാൻ പറ്റില്ലല്ലോ, ഇത് കടലിൽ, കൊച്ചിയിൽ കടലിൽ കൊണ്ടിറക്കണം, എത്ര ദൂരം പോകണം. അപ്പൊ പിന്നെ പടച്ചോൻ നല്ലൊരു മഴ അങ്ങോട്ട് കൊടുത്തു. പിന്നെ കപ്പൽ ഒറിജിനലായി, വെള്ളത്തിലായി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കുണ്ടൂരിൽ വെച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞത്, കുണ്ടൂരിൽ വെച്ച് എന്റെ നേതാവ്, കാന്തപുരം പഴയകാല നേതാവ് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വിറച്ച് ചാവൂന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ കണ്ടത് അവിടെ കൂടിയവർ മൊത്തം വിറക്കുന്നതാണ്. മഴ പെയ്ത് ജനങ്ങൾ ഇങ്ങനെ വിറച്ചു. മൂപ്പര വാക്ക് വളരെ കൃത്യമായി. ഏതുപോലെ? പണ്ട് മുസൈലിമത്തിന്റെ ദുആ പോലെ. മുസൈലിമത്തിന്റെ കണ്ണ് രോഗിയായ ആളുടെ കണ്ണ്, ഒരു കണ്ണ് ശരിയാക്കി കൊടുക്കാൻ അയാൾ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതുപോലെ ചെയ്തു നോക്കിയില്ലേ, അപ്പൊ മറ്റേ കണ്ണും പൊട്ടിയെന്ന് പറഞ്ഞില്ലേ? അതുപോലെ കാന്തപുരം പ്രാർത്ഥിച്ചു, ഫലം ലഭിച്ചു, നന്നായി. ഞാൻ പിറ്റേന്ന് മുതൽ, അന്ന് ഉസ്താദിന്റെ അരുമ ശിഷ്യനാണല്ലോ, പിറ്റേന്ന് മുതൽ ഞാൻ ചന്ദ്രിക ഇങ്ങനെ നോക്കും, ഏതെങ്കിലും SKSF നേതാക്കളോ പ്രധാന പ്രവർത്തകരോ വിറച്ച് ചാവൂന്നാണല്ലോ പറഞ്ഞത്. ഇത്ര സംസ്കാരമില്ലാത്ത വാക്ക് ഒരു പണ്ഡിതൻ എങ്ങനെ പറയാൻ കഴിഞ്ഞത്? മുഅ്മിനീങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്. ചന്ദ്രികയിൽ നോക്കിയിട്ട് സാധാരണ കാണുന്ന SKSFന്റെ മരണം ഇല്ല അല്ലേ? മൂപ്പര് പറഞ്ഞതിന് ശേഷം ദീർഘായുസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു നടന്ന ഈ കപ്പലുണ്ടാക്കിയ സമ്മേളനത്തെക്കുറിച്ച് ഇപ്പൊ SSFകാർ പറയുന്നുണ്ട്, നമ്മുടെ നഗരിയിലും ഒരു കപ്പലുണ്ട്. ഈ കപ്പൽ കണ്ടിട്ട് ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് ഒരു ചർച്ചയുണ്ട്. എന്താ, കാന്തപുരം വിഭാഗം ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മളും കോപ്പി അടിക്കുകയാണത്രേ. എന്നാൽ അതിൽ രസമുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത്, ഞാനും കണ്ടല്ലോ കൊച്ചിയിലൊരു കപ്പൽ, കൊച്ചിയിലും കപ്പലുണ്ട്, കാസർഗോഡും കപ്പലുണ്ടായാൽ
ചരിത്രപരമായി കാസർകോട്ടെ കപ്പലിന് മാലിക് ദിനാർ തങ്ങൾമാരോട്, മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ബന്ധമുണ്ട്. ഈ ബന്ധം പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ ബന്ധമാണ്, അല്ലേ? സംശയം ഉണ്ടായിരിക്കെങ്കിലും ഇല്ല. പക്ഷെ കൊച്ചിയിൽ ഒരു കപ്പൽ കണ്ടാൽ ആ കപ്പലിന് ബന്ധമുണ്ട് വല്ലാർപാടത്തെ കച്ചവട ചരക്കുകളുമായി. അതാണ് 40ാം വാർഷികത്തിന് നിങ്ങൾ വെച്ചത്. കച്ചവടത്തിന് വേണ്ടി നിങ്ങൾ കപ്പലുണ്ടാക്കി. ആ കച്ചവട കപ്പൽ കൊച്ചി തന്നെ വരേണ്ടത്, മാലിക് ദിനാറുമാരുടെ കപ്പൽ വരേണ്ടത് അത് കാസർഗോഡുമാണ് എന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ഇങ്ങനെ പരിഹാസ്യരായി പോകുന്നൊരവസ്ഥ. അവസാനം എന്റെ നേതാവ് പച്ചക്കള്ളം പറയുന്നു എന്ന് തുറന്നു പറഞ്ഞ ജനങ്ങളോട് ഞാൻ, അതുപോലെ SKSSF അതിനു മുമ്പേ സമരം തുടങ്ങിയിരുന്നു. SKSSFന്റെയും സമസ്തയുടെ കീഴ്ഘടകങ്ങളോടും എനിക്ക് എന്റെ നന്ദി അറിയിക്കാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെങ്ങാനും ഈ സമരമുഖത്ത് നിന്ന് മാറി പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നെ പോലെയുള്ള സാധുക്കളായ പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ശാദ്വലമായി തീരത്തേക്ക് കടന്നു വരാനുള്ള അവസ്ഥ ഇല്ലാതാകുമായിരുന്നു. അതിന് അവസരം തന്നത് നിങ്ങളാണ്. SKSSFന്റെയും സമസ്തയുടെയും പാരമ്പര്യ തറവാട്ടിലേക്ക് തെറ്റ് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് പോരാൻ വേണ്ടി ബോംബെയിലേക്ക് വഴി കാണിച്ചു തന്നത് എനിക്ക് ഹമീദ് ഫൈസിയുടെ യാത്രയായിരുന്നു. ഹമീദ് ഫൈസി ബോംബെയിലേക്ക് പോയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വഴിയറിയുമായിരുന്നില്ല. സാക്ഷാൽ കാന്തപുരത്തിന് പോലും വഴിയറിയുമായിരുന്നില്ല. സത്യമാണ്. ആദ്യമായി ബോംബെയിലേക്ക് പോയ സംഘം ആരാ? 3 സംഘങ്ങളാ ബോംബെ പോയത്. ഒന്ന് ഹമീദ് ഫൈസി, രണ്ടാമത് പോയത് ഞങ്ങള്, മൂന്നാമത് ജിഷാൻ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 3 സംഘങ്ങളും ഇപ്പോൾ ഒരേ വേദിയില. 3 സംഘങ്ങൾ ഒരേ വേദിയില. ഞാൻ തന്നെ നേരത്തെ ഓർത്ത് ഒരുപാട് ചിന്തിച്ചു. ഈ മുടി വിവാദത്തിൽ കേരളത്തിൽ SKSSF പക്ഷവും സമസ്ത പക്ഷവും മറുപക്ഷത്തെ കാന്തപുരം വിഭാഗവും തമ്മിൽ 2 സംവാദങ്ങൾ നടന്നത്. 2ലും കാന്തപുരം പക്ഷത്തിന്റെ മധ്യസ്ഥനായിരുന്നു ഞാൻ. ആരാ ഞാന്? ഒന്നുമല്ലത്ര. ഇപ്പോ ഒന്നുമല്ലാത്ത ആളെ പിടിച്ച് മധ്യസ്ഥനാക്കുന്ന വിഭാഗത്തിന്റെ ഗതികേടോർത്ത് ഞാൻ 2 കണ്ണിനീറി നാട്ടിലിട്ടിക്കുക. ഒന്നുമല്ലാത്ത ഒരാളെ പിടിച്ച് ആരെങ്കിലും മധ്യസ്ഥനാക്കുവോ? അപ്പൊ അത്രത്തോളം മോശമാണ് നിങ്ങളുടെ സംഘടന. പടച്ചവൻ എന്നെ രക്ഷപ്പെട്ട് എന്റെ വല്ലാത്ത ഭാഗ്യം. ഈ 2 സംവാദങ്ങൾ മധ്യസ്ഥനാക്കി നിർത്തി നിങ്ങൾ നടത്തിയ സംവാദങ്ങൾ, ആ സംവാദങ്ങളിൽ എന്റെ എതിർപക്ഷത്ത് നിന്ന മധ്യസ്ഥനായിരുന്നു തൊട്ടു മുമ്പോടെ പ്രസംഗിച്ച സത്താർ സാഹിബ്. ഇതാണ് സമസ്തയുടെ കറാമത്ത്. അവിടെ സത്യമാണ് ഈ മുടിയെന്ന് പറയാൻ നിന്ന് എനിക്ക് സത്യം അവിടെയില്ല എന്ന് പറയാൻ ഒരേ വേദിയിലേക്ക് ഞങ്ങളെ ഒന്നിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറാമത്താണ്. ഷംസുൽ ഉലമയുടെ കറാമത്താണത്. ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വരക്കലത്തങ്ങളും നേതൃത്വം നൽകുകയും നയിക്കുകയും ചെയ്യാതെ ഇവിടുന്ന് ഒരു നിമിഷം പോലും കഴിഞ്ഞു പോകില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായതൊക്കെ. അവിടെ ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോയി. ഞാനിങ്ങനെ ചിന്തിക്കുക. ഒരാൾ നേരത്തെ വിളിച്ച് എന്നോട് പറഞ്ഞു, റഷീദ് സക്കാഫിന്റെ പരിപാടി ഉണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു, ഏലംകുളം. ഞാൻ ഓർത്തു, കുറെ ചിരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മർക്കസിലെ മുടിക്ക് നേഴിലുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോ ഇത് കേരളം കേൾക്കാത്തതാണ്, കേൾക്കാൻ ഇനിയും വരാൻ പോകുന്ന സംഭവമാണ് അതൊക്കെ. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല, ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ റഷീദ് സക്കാഫി പറയാണ്, നൗഷാദ് ഹസനിയുമായിട്ട് ഒന്നിച്ചിരുന്നു സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ പറയാണ് അദ്ദേഹം, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അങ്ങനെ പറഞ്ഞത് കളവാണ്, അദ്ദേഹം അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ആരെക്കുറിച്ചാ പറഞ്ഞത്? തന്റെ ഭാര്യയുടെ പിതാവാണ്, ഉസ്താദുമാണ്. ആകെയുള്ളൊരു തെളിവ് മർക്കസിലെ മുടിക്ക് നേരില്ല എന്ന് പറഞ്ഞ ആകെ തെളിവ് അതാണ്. അത് ലൈഫാണെന്നാ മൂപ്പര് പറഞ്ഞത്. പിന്നെ ഏത് തെളിവാ നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്? ഇങ്ങനെ ജാലിയാവാലയെ തെരഞ്ഞുപോയ ഞങ്ങൾക്ക് ജാലിയാവാലയെ കുറിച്ച് ബോധ്യപ്പെട്ടു. പല പ്രഭാഷകരും പറയാറുണ്ട്, ജിഷാൻ മാഹി അത് തുടങ്ങിയത്, അമീദ് ഫൈസിയും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ, ജാലിയാവാല നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ഞാൻ ഒറ്റയടിക്കാ പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോരുതല്ലോ. അദ്ദേഹത്തോടൊപ്പം ഈ സ്റ്റേജിൽ നിന്ന് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഹമീദ് ഫൈസി ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. 60 ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിച്ച ആളാണ് ഞാൻ. ഈ 60 ദിവസത്തിൽ ഒരു ദിവസം അയാൾ എന്റെ വീട്ടിൽ തന്നെ വന്നിട്ട് അയാളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ചായയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ മാലിക് ദിനാർ മക്ബറയിൽ വന്നിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ദിവസം കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മംഗലാപുരത്തു നിന്നാണ് അയാളെ ഫ്ലൈറ്റ് കയറ്റി ഞാൻ കൊണ്ടുവിട്ടത്.
അങ്ങനെ 60 ദിവസമുള്ള ജീവിതത്തിൽ അയാൾക്കൊപ്പം പലപ്പോഴായി ചെന്ന് ചേർന്നു കൂടെ കൂടിയ സമയത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയാൻ ആധികാരികമായ അവകാശം എനിക്കാ. ആരും അറിയാതെ ഇല്ല എന്ന് പറയുന്നതിനേക്കാളേറെ എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തോടൊപ്പം കൂടിയ സമയത്ത് ഈ 60 ദിവസത്തിൽ ഒരു ദിവസം അസർ നിസ്കാരത്തിന് ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പള്ളിയിൽ ഇത് ഞാൻ ഹക്കാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം 60 ദിവസത്തിനിടെ അദ്ദേഹത്തിന്റെ നിസ്കാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ കൂടെയുള്ള പല ഉസ്താദുമാരോടും നേതാക്കളോടും അവിടെ ബന്ധമുള്ളവരോടൊക്കെ ചോദിച്ചു പറഞ്ഞത് മൂപ്പര് ജസ്ബിലാന്നാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഔലിയാക്കൾ പറയുന്ന ജസ്ബിൽ ഏതായാലും അത് പെടുത്താൻ പറ്റൂല എന്ന അനുഭവം കൊണ്ട് എനിക്കറിയാം. മൂപ്പർക്ക് ചായ വേണം, പൈസ എണ്ണിയാലും മൂപ്പര് ജസ്ബിൽ കണക്ക് തെറ്റുന്നില്ല, സിഗരറ്റിന്റെ എണ്ണം തെറ്റുന്നില്ല. മൂപ്പര് സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന തിരികേശം സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന റൂമിനുള്ളിൽ പോയി പുകവലിച്ചാൽ പോലും മൂപ്പർക്ക് ഒരു തെറ്റും കാണുന്നില്ല. അത്രയും സുന്ദരമായിട്ട് മൂപ്പർക്ക് പുകവലിക്കാൻ കഴിയുന്നു. ആ പുകവലിക്കുന്ന സാധനത്തിന്റെ പേരടക്കം കൃത്യമായിട്ട് മൂപ്പർക്ക് ഏത് കമ്പനിയാണ്. ഇങ്ങനൊരു മനുഷ്യനാണത്രേ എന്റെ പ്രിയപ്പെട്ട പഴയ ഉസ്താദിന്റെ മുറബ്ബിയായ ശൈഖ്. ഓർത്ത് ചിരി വരാറുണ്ട് മുറബ്ബിയെ കുറിച്ച്. മുറബ്ബിയായ ശൈഖിനെ മൂപ്പര് കാണാറില്ലല്ലോ, ഞാനല്ലേ കാണുന്നത്. ഞാനിങ്ങനെ പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇയാളെ മുറബ്ബിയായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൽ നിന്ന് ഹർക്കത്തും ഹർഫൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി അക്ഷരങ്ങളൊക്കെ ഒഴിവാക്കിയാൽ റബ്ബ് എന്ന് വിളിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. മുറബ്ബിയായ ഷെയ്ഖ് എന്നാ പറഞ്ഞത്. മുറബ്ബിയായ ഷെയ്ഖ് പോയിട്ട് സാധാരണയിൽ വിളിക്കുന്ന ഒരു ഷെയ്ഖ് ഉണ്ടല്ലോ, വയസ്സന്മാരെ വിളിക്കുന്ന, അതുപോലും വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത്. ഈ മനുഷ്യനെ നേതാവായി കൊണ്ടുനടന്നു. അപ്പൊ സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ 3 മാസം അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പിന്തുണയോടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പിന്തുണയോടെ ഇത് കേരളത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ജാലിയവാലിന്റെ മുടിയായിട്ട് ബന്ധമില്ല എന്ന് തുറന്നു പറയാൻ തുടങ്ങി. ലകൽ ഹംദ് യാ അല്ലാഹ്, ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം നമുക്ക് തുടങ്ങാം. ജാലിയവാലിനെ നിങ്ങൾ കൊണ്ടുവരില്ല എന്ന് ബോധ്യപ്പെട്ടു. ഞാൻ തന്നെ ജിഷാൻ മാഹിനെ കൊണ്ട് മറ്റു പലരെ കൊണ്ട് വിളിപ്പിച്ചു, അതുപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കൊണ്ട് വിളിപ്പിച്ചു. എന്നിട്ട് ജാലിയവാലിന്റെ അടുത്ത് ചോദിപ്പിച്ചപ്പോ പറഞ്ഞത് കുറച്ച് മാസമായിട്ട് 4 മാസത്തിന്റെ സമയമാണ് പറഞ്ഞത്. അപ്പൊ 4 മാസം എന്റെ സമയം തന്നെയാണ്. 3-4 മാസമായിട്ട് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങൾ വിളിച്ച ഒരു റെസ്പോൺസും ഇല്ല എന്നാണ് ബോംബെയിൽ ഇവിടുത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒഴിവാക്കി. മാത്രമല്ല കാന്തപുരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മറുപടി പ്രസംഗങ്ങളും പലപ്പോഴും ചിലപ്പോഴൊക്കെ പറയാറുള്ളൂ. പറയുന്ന പ്രസംഗങ്ങളിലൊക്കെ ബോംബെ ഒഴിവാക്കിയിട്ട് വെറും അബുദാബി മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. അപ്പൊ നമ്മളെ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നിർത്താനായിട്ടില്ല. ഇത് തുടരേണ്ട സമരമാണ്. ഈ സമരം തുടർന്നാൽ അവസാനം ഇപ്പൊ കൊണ്ടുവന്ന ചട്ടിയും പിച്ച ചട്ടിയാവുന്നത് നമുക്ക് കാണാം. എന്താ ചട്ടിന്റെ കഥ അതും പറയാം. അതിനു മുമ്പ് ഈ മനുഷ്യൻ ഇത് കൊണ്ടുവന്ന അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ബോംബെയിലെ കഥ അവസാനിച്ചു. ഇനി ഉണ്ടെങ്കിലല്ലേ അപ്പൊ നമുക്ക് ബാക്കി പറയാം. ഞാൻ ചിന്തിക്കുകയാണ്, ഹൈക്കോടതിയിൽ കാന്തപുരത്തിന് അനുകൂലമായി കക്ഷി ചേർന്ന ആളാണ് ഞാൻ. ഈ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ സമസ്തയുടെയും സമുന്നത നേതാക്കളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാ പാപങ്ങളും ഞാൻ ഈ സദസ്സിൽ കഴുകിക്കളയുകയാണ്. ഈ പാപങ്ങൾ കഴുകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ വേദനയുണ്ടാക്കുന്നത് ഞാൻ കാന്തപുരത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായി സാക്ഷി നിന്നു എന്നൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, കാന്തപുരത്തിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ തിരിഞ്ഞു നിന്ന് കോടതിയോട് വിളിച്ചു പറയാൻ പോവാണ്. അള്ളാഹുവിന്റെ തൗഫീഖുണ്ടായാൽ ഒരു കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദിനെയും ഷംസുലുലമയും വേദനിപ്പിച്ചുകൊണ്ട് കരയിച്ച കാന്തപുരത്തിന്റെ അനുയായികളോടും നേതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ആ സാത്വികരായ നിഷ്കാമകർമ്മികളായ പണ്ഡിത മഹത്തുക്കളില്ലേ, അവരെ നിങ്ങൾ കരയിച്ചത് എന്തിന്റെ പേരിലാ? കോടതിന്റെ പേരിലല്ലേ? അപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തത് ഇവരുടെ മുഖം കെടുത്തണേ എന്ന്. എന്നാൽ ഇതാ ആ കോടതിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുഖം കെടുകയല്ല, ഇല്ലാതാവാൻ പോവുകയാണ്. ഇനി സമുദായത്തിൽ ഇനി വരുന്ന ലോക ചരിത്രത്തിൽ ഒരു കുട്ടി പോലും സമസ്തയോട് കളിക്കാത്ത വിധത്തിൽ കാന്തപുരം ഇന്ന് അസ്പൃശ്യനായി മാറിയിരിക്കുന്നു സമൂഹത്തിൽ നിന്ന്. ഇനി ഈ കാന്തപുരത്തിന്റെ ചരിത്രവും ഇദ്ദേഹത്തിന്റെ വർത്തമാനവും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും കാണുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തുള്ള എല്ലാ കുട്ടികളും പറയും, ഇനി സമസ്തയോട് കളിക്കാൻ ഞാനില്ല എന്ന് പറയുന്ന വിധത്തിൽ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. ഇതിനേക്കാൾ എന്ത് പഠിക്കാനുള്ളത് ഇനി? ഞാനിങ്ങനെ ഓർത്തുപോയി, ഈ ചട്ടി എന്താ ചട്ടിന്റെ പ്രത്യേകത?
എന്റെ മൊബൈലിൽ തന്നെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ആദ്യം പ്രതീക്ഷിച്ചതാണ്, ഞാൻ തന്നെ ആദ്യം പ്രതീക്ഷിച്ചതാണ് ഇത് വരുന്നത്. കാരണം നമ്മുടെ ചെച്ചിനിയൻ പ്രസിഡന്റിന് ഇതുപോലെ ഒരു സാധനം കിട്ടിയിരുന്നു. അത് ഇതന്നെ. അയാൾ ഇങ്ങനെ ഈ സാധനം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ഇത് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നൊരു നിമിഷം കണ്ടു. അയാളുടെ ചരിത്രം നമുക്ക് പണ്ടേ അറിയാം. പക്ഷെ ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരയുന്ന കണ്ടപ്പോ ഞാൻ കരുതി എന്താ ഇയാളെ ബന്ധുക്കൾ ആരോ മരിച്ചിട്ടുണ്ടോ? അപ്പൊ അല്ല, ഇത് കണ്ടിട്ടാണ്. യഥാർത്ഥ ആധാറ് കണ്ടാൽ കരയും. പക്ഷേ എന്തെങ്കിലും കണ്ടാൽ കരയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇയാൾ തീരെ കരയില്ല. കാരണം അയാളുടെ മനസ്സ് അത്രത്തോളം കഠിന ഹൃദയനാണ് അയാൾ എന്താ ചെയ്തത്? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ മനുഷ്യനല്ലേ. എന്നിട്ട് അയാളുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ SSF പറയുന്നതാ, ഞങ്ങൾ ഉസ്താദിന് ചട്ടി കിട്ടിയപ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്ത ബേജാറ്. ഞങ്ങൾ ഉസ്താദിന് കിട്ടുന്നതിന് മുമ്പ് ചെച്നിയയിലെ പ്രസിഡന്റ് റമദാൻ കദ്രോവിന് കിട്ടിയിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. ആരാ റമദാൻ കദ്രോവ്? റമദാൻ കദ്രോവിന് ഒരു പ്രത്യേകതയിട്ട് 1,00,000 മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ പ്രത്യേകത. ആ പ്രത്യേകത വേറെ കാന്തപുരത്തിന്റെ മറ്റൊരു സുഹൃത്തിനും കൂടിയുണ്ട്, മോഡിക്ക്. ഈ രണ്ടാളുകൾ ഈ മുസ്ലിം വിരുദ്ധ ശക്തികളുടെ അരാഷ്ട്രീയവാദികളായ മുസ്ലിങ്ങളും അരക്ഷിതത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരും എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടിലെ പണ്ഡിത വേഷധാരിയാണ് കാന്തപുരമെന്ന് ഈ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ റമദാൻ മറ്റൊരു പണിയും കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഏറ്റവും വൃത്തികെട്ട ഫോട്ടോ ആണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെച്നിയയിലേക്ക് കാന്തപുരം പോയിട്ടുണ്ട്, ഹസ്രജി പോയിട്ടുണ്ട്, കാന്തപുരത്തിന്റെ പുത്രന് പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ റമദാൻ കദ്രോവ് മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബന്ധം, മുക്കൂട്ട് മുന്നണി. ഈ മാല ഇട്ടുകൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സ്വീകരിച്ച സമയങ്ങളിൽ ഞാനതിങ്ങനെ കാണുമ്പോൾ പലപ്പോഴും ഓർത്തത് ഏറ്റവും നല്ല ബന്ധമായിട്ടില്ല. കാരണം എന്താ? ഇദ്ദേഹത്തെക്കുറിച്ച് ഇസ്രായേൽ പോലും സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ വെബ്സൈറ്റുകളിലും മറ്റും എന്താ കദ്രോവിനെ കുറിച്ച് പറഞ്ഞത്? നാച്ചുറൽ അലൈ ഓഫ് ഇസ്രായേൽ എന്നാ പറഞ്ഞത്. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സ്വാഭാവിക സഖ്യമായി അവരെണ്ണിയിട്ടുണ്ട്. ആ എണ്ണിയ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നതും അതുപോലെയുള്ളതുമായ വസ്തുക്കൾ കൊണ്ടു നടക്കുന്ന ഒരു ഏജന്റായിട്ടാണ് പിന്നീട് നമ്മൾ ഈ ഹസ്രജിയെ കാണുന്നത്. എന്താ ഹസ്രജിന്റെ പ്രത്യേകത? അബുദാബിയിൽ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ പ്രത്യേകത സ്പോർട്സിൽ താല്പര്യമുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അടിച്ചുപൊളിച്ച് സ്പോർട്സ് കണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ക്ലബ്ബ്. അതിലെ പ്രധാന അംഗമാണ് ഈ ബഹുമാനപ്പെട്ട ഹസ്രജി, ഈ കൊണ്ടുവന്ന ആള്. കുടുംബ പാരമ്പര്യല്ല, അയാളെ പറ്റിയാ പറയുന്നത്. അയാൾ അവിടെ നിന്ന്, ഇത് ഔദ്യോഗിക രേഖകൾ വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത്, ഇനി നമുക്ക് ഹസ്രജി ഓപ്പറേഷൻ തുടങ്ങാം. അപ്പൊ അതും എടുത്തു വെച്ചോളൂ. അവർ നടത്തുന്ന ഹോട്ടലുകളുടെ കഥകളൊക്കെ നോക്കിയിട്ട് അത് ഏത് ഹോട്ടലാണെന്ന് അന്വേഷിക്കാൻ തിരഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല. ഈ ക്ലബിൽ നിന്ന് ഈ മനുഷ്യൻ സാമ്പത്തിക അപഹരണത്തിന്റെ പേരിൽ ഹസ്രജി എന്ന ഈ മനുഷ്യനെ ആ ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട്. ഇന്ന് അയാൾക്ക് ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല. അയാളാണ് അത്ര ആധാറുകളുടെ സൂക്ഷിപ്പുകാരൻ. എന്തൊരു ചേർച്ച! ക്ലബിൽ നിന്ന് മോഷണം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയ ഹസ്രജിയും 30 കൊല്ലം മുമ്പ് അരീക്കാട് പള്ളി പ്രശ്നത്തിന്റെ പേരിൽ സമസ്ത പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രതിയും 1,00,000-ഓളം ആളുകളെ കൊന്നൊടുക്കിയ റമദാൻ കദ്രോവും കൂടി ഒരു മുന്നണി ഉണ്ടായാൽ ആ മുന്നണിയല്ലാതെ വേറെ ആരാ മുക്കൂട്ട് മുന്നണി എന്ന് വിളിക്കുക? ഇതാണിപ്പോ സമുദായ ശത്രുക്കളുടെ ഒരു ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഈ മനുഷ്യൻ അയാളുടെ അടുത്ത് കൊണ്ടുവന്നു. ആ പാത്രത്തിലുള്ള പ്രത്യേകത നമ്മൾ കണ്ടതാണ്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ വായിച്ചതും കണ്ടതുമാണ് ഒരു സ്റ്റാർ. ഈ സ്റ്റാറിന്റെ പ്രത്യേകത എന്താ? ഇസ്രായേലിന്റെ പതാകയിലുണ്ട് ആ സ്റ്റാർ. എന്നിട്ട് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ ഓഫ് ഡാവിഡ് എന്ന പേരിൽ, ദാവൂദ് നബിയുടെ നക്ഷത്രം എന്ന പേരിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പരിചയപ്പെടുത്തുന്ന നക്ഷത്രം അത്. ഇത് പറയുമ്പോ SSF പറയാറുണ്ട്, ഇപ്പോ അമേരിക്കന്റെ പതാകയിൽ ഒരു നക്ഷത്രമുണ്ട് അത്രേ. ആ നക്ഷത്രവും സമസ്തന്റെ പതാകയുള്ള നക്ഷത്രവും ഒന്നാണ്. ഇത്രത്തോളം കണ്ണ് കാണാത്തവരായി പോയല്ലോ നിങ്ങൾ. ഞങ്ങൾ രാത്രി മേലിലോട്ട് നോക്കി, ഞങ്ങളെ കമറുലുലമന്റെ തൊട്ടടുത്തൊരു നക്ഷത്രം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. പേര് പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ പണ്ഡിത ലോകത്ത് കമർ എന്നാ പേരിട്ടത്. പകൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? അവസാനത്തോണ്ട് ചിന്തിച്ചു നോക്കൂ. ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, എന്നെ പോലുള്ള ഒരാൾ ചർച്ച ചെയ്യേണ്ടതല്ല. ഷംസുലുലമ എവിടെയുണ്ട്? പിന്നെ കമറിന് എന്ത് പ്രത്യേകതയാ? കമറുലുലമ എന്ന പേരിട്ടത് അത് തെറ്റാണെന്ന് തോന്നിയപ്പോഴാണ് ഇപ്പൊ സുൽത്താനുലുലമയാക്കിയത്.
ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ അക്രമികളുടെ സുൽത്താനാവാം. ക്രമം തെറ്റി ചെയ്യുന്നതെല്ലാം അക്രമമാണ്. ഒരാളെ പിടിച്ച് കൊല്ലണമെന്നില്ല. മലയാള ഭാഷയിൽ അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ പിളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് പരാജയപ്പെട്ടു പോയി എന്നത് തന്നെ ക്രമക്കേടുകളുടെ ഒന്നാമത്തതാണ്. ഈ മനുഷ്യനെ പേറി നടക്കുന്നവർ ചിന്തിച്ചുകൊള്ളുക, നിങ്ങളുടെ ആഹാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെട്ടാൽ ഈ തീരം നിങ്ങളെ സ്വീകരിക്കാൻ എല്ലാ നിലയിലും തയ്യാറാണ്. നസൂഹായിരിക്കണം തൗബ എന്ന് മാത്രം. ഞാൻ ഓർക്കുകയാണ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെയും പ്രിയപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും മുന്നിൽ പോയിരുന്ന ആ നിമിഷങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് സൈനുൽ ഉലമ പറഞ്ഞൊരു വാചകമുണ്ട്, നസൂഹായ തൗബയുമായി കടന്നു വരുന്നവർക്ക് ഇവിടെ സ്വീകാര്യതയുണ്ട്. ഇവിടെ പക്ഷേ ചതി, വഞ്ചന, വൃത്തികേട്, വേണ്ടാത്തരങ്ങൾ, കളവ് പറയൽ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഞാനും നൌഷാദ് ഹസനി എന്നുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. മുമ്പ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ കൂടെ വന്നത്. സൈനുൽ ഉലമന്റെ പ്രസംഗത്തിലെ ചതിയും വഞ്ചനയും കളവും പാടില്ല എന്ന് കേട്ടപ്പോ ഞാൻ സന്തോഷിച്ചു. കാരണം ഞാൻ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് പോരുന്നത്. പക്ഷേ നൌഷാദ് ഹസനിക്ക് തോന്നി അതിവിടെ പറ്റൂല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും. അദ്ദേഹം തിരിച്ചുപോയി. അപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞത്, ഹിദായത്ത് ലഭിക്കുക എന്ന പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴെപ്പോഴും പറയാറുണ്ട്, അള്ളാഹു പ്രത്യേകം തൗഫീക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഈ തൗഫീക്ക് എന്താന്ന് കണ്ടിട്ടില്ലായിരുന്നു. എന്റെ കൈ പിടിച്ച് വന്നയാളുടെ കൈ അയാൾ കൈവിട്ടോടിയപ്പോഴും ഞാൻ വന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞതിനെയാണ് ഞാൻ തൗഫീക്ക് എന്ന് വിളിക്കുന്നത്. അള്ളാഹു ഇത് ഖിയാമം വരെ നിലനിർത്തി തെരുമാറാവട്ടെ. ഈ തൗഫീക്ക് ലഭിച്ചൊരു മനുഷ്യന് പിന്നെ എന്തിനു ഭയപ്പെടണം? ആര് ഭയപ്പെടണം? അള്ളാഹുവിനെ അല്ലാതെ. ഞാൻ ഒരുപാട് കാലം അവിടെ പ്രവർത്തിച്ചപ്പോഴൊക്കെ എനിക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോ അവർക്ക് തണലാവാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ നമുക്ക് തണല് തരാൻ ഈ വടവൃക്ഷം പോലെ വളർന്നു വലുതായ സമസ്തയും അതിന്റെ പണ്ഡിതന്മാരുമുണ്ട്. രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണത്. ഈ ചട്ടി കൊണ്ടുവന്നപ്പോഴും ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞു. ചട്ടി കൊണ്ടുവന്ന് അന്ന് എതിർത്തില്ല ഈ പ്രസ്ഥാനം. മറുപക്ഷത്താണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവരെപ്പോഴും പറയാറുണ്ട്, ത്വരീക്കത്തുകളൊക്കെ വന്നാൽ, ഏതെങ്കിലും ത്വരീക്കത്തുകാർ വന്നാൽ അന്ന് തന്നെ ഞങ്ങൾ എതിർത്തു എന്നാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാറുള്ളത്. അദ്ദേഹത്തിന് അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അഥവാ ദയൂബന്ദിസത്തിന്റെ ചാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഖുർആനല്ലാത്തതെല്ലാം വഫാത്തിന് ശേഷം മുറിഞ്ഞു പോകുന്നതല്ലേ പറഞ്ഞത്. പ്രബോധനം ഒരു കാലഘട്ടത്തിൽ എഴുതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ തിരുശരീരങ്ങൾ വഫാത്തിന് ശേഷം മറവ് ചെയ്യുന്നത് ഭൂമിയിൽ വാസനയുണ്ടാവുന്നത് കൊണ്ടാണെന്ന് പ്രബോധനം എഴുതിയ ഒരു കാലമുണ്ട്. അതെന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്? ശരീരത്തിലുള്ള ഹുസൂസിയത്ത്, മുഅ്ജിസത്ത് മുറിയുമെന്നർത്ഥത്തിലാണ്. അതേ വാദമാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ദൈവബന്ധി ചാരൻ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സുന്നികൾ ഇസ്തിഹാസ എന്ന പദത്തിന് മറുപടി, ആ പദത്തെ മലയാളീകരിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും പ്രാർത്ഥന എന്ന് പ്രയോഗിക്കാറുണ്ടെങ്കിലും ഈ പ്രയോഗങ്ങൾ വന്നപ്പോ സമസ്തയുടെ മുൻഗാമികളിൽ പ്രസിദ്ധനായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, അവിടുത്തെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി നൽകുമാറാവട്ടെ, അവിടുന്ന് അന്ന് എഴുതി, സമസ്തയുടെ പ്രവർത്തകർക്കോ സുന്നികൾക്കോ ഇസ്തിഹാസ എന്ന പദപ്രയോഗത്തിന് സഹായത്തേട്ടമെന്നല്ലാതെ പ്രാർത്ഥന എന്ന പദം ഞങ്ങൾക്കില്ല, ഞങ്ങൾ പ്രയോഗിക്കുന്നില്ല, ഞങ്ങളുടെ പേരിൽ കെട്ടിവെക്കണ്ട എന്ന് അദ്ദേഹം അന്ന് എഴുതി വെച്ചു. പക്ഷേ ഇത് ബിദ്അത്തിന്റെ വളർച്ച തടുക്കാൻ കാരണമായിരുന്നു. ഇത് കണ്ടപ്പോ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ദൈവബന്ധി ചാരൻ ബിദ്അത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത വൃത്തികെട്ട പണി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഫതാവ മുഹീസുന്ന എന്ന പുസ്തകത്തിലൂടെ അയാളോടൊരു ചോദ്യം, ഒരു സാങ്കല്പിക ചോദ്യം അയാളുണ്ടാക്കി ചോദിക്കുക, ശിഷ്യന്മാരുണ്ടാക്കി ചോദിച്ച ചോദ്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്ന അവര് എഴുതിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? അപ്പൊ പൊന്മളയുടെ മറുപടി ആവാം. എന്നിട്ട് ഇസ്തിഹാസയുടെ തെളിവും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ട് ഉടനെ തന്നെ മുജാഹിദുകൾ അത് എടുത്തു പിടിച്ച് പറയുന്നു, ഇതാ സുന്നികളുടെ അജയ്യനായ മുഫ്തി. അല്ല മുഫ്തിയ, മുഫ്തി എന്ന് പറയാൻ പറ്റും. ഈ മുഫ്തി ഇതാ പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥന എന്ന് പറയാം ഇസ്തിഹാസക്ക് എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പ്രസംഗിച്ച് നൂറുകണക്കിന് ആളുകളെ, AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ മുജാഹിദിലേക്ക് കൊണ്ടുപോകാൻ ഓറിയന്റലിസം പോലെ ഇയാൾ വഹാബിസത്തിന് വേണ്ടി പ്രവർത്തിച്ചു.
ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടവും ഒരു പ്രസ്ഥാനവും അവിടെ ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെ ഒഴിവാക്കാനും അത് ജീവിതത്തിൽ ആ പ്രസ്ഥാനങ്ങളിൽ നിന്നാൽ അവസാനം ഈമാനോടെ മരിക്കാൻ പോലും കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാനതൊന്ന് പോകുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇവർ ഈ ചട്ടിയും കൊണ്ട് നടന്നിപ്പോ ഈ അടുത്ത കാലത്ത് വല്ലാതെ വിവാദം വന്നു. ഇപ്പൊ ഉസ്താദിന്റെ മക്കള് മകനും കുടുംബക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഞങ്ങളിനി ഉസ്താദിനെ ഉപ്പാനെ പത്രസമ്മേളനത്തിന് അയക്കുന്നില്ല. എന്തേ കാരണം? അയച്ചാൽ മൂപ്പരിപ്പോ ഇന്ന് പറഞ്ഞത് നാളെ, നാളെ പറഞ്ഞത് ഇന്ന്, മറ്റന്നാൾ പറയാൻ പോകുന്നത് ഇന്ന് തന്നെ വിളിച്ചു പറയുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ വന്നു പോവാണ്. അത്രയും ഈ നിലയിലേക്ക് പോയാൽ ഈ പാത്രം എടുത്തു മാറ്റേണ്ടി വരും. പാത്രം കൊണ്ടുപോയി എന്നൊരു അഭിപ്രായം കേൾക്കുന്നുണ്ട്. കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെ കയ്യിൽ മുടിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ പൊടിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ചട്ടിയുണ്ട്. പറ്റുമെങ്കിൽ ഒരു ഈസ്റ്റേൺ കറി പൗഡറും കൂടി വാങ്ങിയിട്ട് നല്ല കറി റെഡി. അതാ നല്ലത്. അല്ലാതെ സമുദായത്തെ വഞ്ചിക്കാനും ഈ സമൂഹത്തിൽ ഇത്രയേറെ ആധാറുകളെ പരിഹസിക്കാൻ മറ്റുള്ള ശത്രുക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കും വിധം നിങ്ങൾ പ്രവർത്തിച്ചത് സമുദായ ശത്രുക്കളുടെ അച്ചാരം വാങ്ങിയിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ അച്ചാരം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സംഘടന പിരിച്ചുവിട്ട് സ്വന്തം പേരിൽ രംഗത്ത് വരിക. ഇത് മറഞ്ഞു പോവാൻ ഞാനിങ്ങനെ ഓർത്തു, ഈ ചട്ടിയും മുന്നിൽ നിന്ന് ഇപ്പൊ അബ്ദുൽ ഹക്കീം അസ്ഹരി വിഷമിച്ചിരിക്കുകയാണ്. ഏതായാലും ചട്ടിയിലെ ചിഹ്നവുമായി ഇസ്രായേലിന് ബന്ധമുള്ളതുകൊണ്ട് ഇവിടെ ബൈബിളിലൊരു വചനത്തിന് പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബൈബിൾ എന്താ പറഞ്ഞത്? എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിൽ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ബൈബിൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39. ഇത് ഹക്കീം അസ്ഹരി കാന്തപുരത്തോട് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. കാന്തപുരത്തോട് ഹക്കീം അസ്ഹരി വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ വിധത്തിലേക്ക് ഈ സമുദായത്തിനിടയിൽ ഹക്കീം അസ്ഹരി പരിഹാസ്യനാവുകയും പിതാവ് അതിനേക്കാളേറെ പരിഹാസ്യനാവുകയും ചെയ്യാം. അതുകൊണ്ട് സമുദായത്തെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോ നിങ്ങൾക്ക് ശക്തി നൽകിയവർ ആരാണെന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശക്തി പകർന്നവർ സിയോണിസ്റ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സമുദായ ശത്രുക്കൾ എപ്പോഴും ഒരേ സ്വപ്നങ്ങളാണ് കാണാറുള്ളത്. സമുദായ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിക വിരുദ്ധരായ ക്രൈസ്തവ മിഷണറിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരൊരു യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കുരിശ് യുദ്ധത്തിൽ കഴിയുന്നില്ലെന്ന് വന്നപ്പോ കൊളോണിയൽ ശക്തികൾ യോഗം ചേർന്നിട്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർ ഒരു ചാരനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയച്ചൊരു ചാരന്റെ പേരാണ് ഹംഫർ. ഈ ഹംഫർ വന്നിട്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ജീവിച്ചു. എന്നിട്ട് അയാൾ തെരഞ്ഞു. അയാൾ എന്താ തെരഞ്ഞത്? തന്നെ പൊക്കിയായ ഒരു പണ്ഡിതനെ കണ്ടെത്തണം എനിക്ക്. അധികാരത്തിന് വേണ്ടി സമുദായത്തെ വിൽക്കാൻ തയ്യാറുള്ള ഒരു പണ്ഡിതനെ കിട്ടണം എനിക്ക്. തന്നെക്കാൾ വലുത് മറ്റാരും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ കിട്ടണം എന്നന്വേഷിച്ചു നടന്നപ്പോ അവർക്കൊരാളെ കിട്ടി. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കിട്ടി. ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കിട്ടി. ഈ ഹംഫർ ഇദ്ദേഹത്തിന്റെ കയ്യും പിടിച്ചു നടന്ന മുസ്ലിം രാജ്യങ്ങളിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ഭിന്നതയ്ക്ക് വിത്തുപാകാൻ ശ്രമിച്ചപ്പോ ഒരു ദിവസം അയാൾക്ക് തോന്നി, ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറച്ചുകൂടി പ്രചോദിതനാക്കണമെങ്കിൽ ഒരു സ്വപ്നം വേണം. മൂപ്പര് വന്നു, ഒരു സ്വപ്നം കണ്ടെത്രേ അയാൾ. സ്വപ്നം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരാളുണ്ട്, പകരാഹ്സനി. ഞാൻ 2 സ്വപ്നങ്ങളെ സമീകരിക്കുകയാണ്. ഈ സ്വപ്നത്തിൽ ഹംഫർ കണ്ടതെന്താ? ഹംഫർ ഇങ്ങനെ കാണുകയാണത്രേ, ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ് ഒരു മജ്ലിസിലേക്ക് കയറിപ്പോകുന്നു. ആ മജ്ലിസിൽ ആരായിരിക്കുന്നത്? പ്രകാശിതമായ മുഖമുള്ളൊരു വലിയ മഹാനിരിക്കുന്നു, ചുറ്റും ഒരുപാട് ആളുകൾ. ആരാത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചുറ്റുമിരിക്കുന്നതാരാ? സിദ്ദീഖ് തങ്ങളാണ്, ഉമർ തങ്ങളാണ്, അതുപോലെ ഉസ്മാൻ തങ്ങൾ തുടങ്ങിയ മഹാന്മാരായ ഖലീഫമാരും സ്വഹാബത്തുമൊക്കെ ചുറ്റുമിരിക്കുന്നു. ഇനി ഞാൻ പകരയിലേക്ക് വരട്ടെ. പകരാസനി ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? ഒരു മജ്ലിസ്. അവിടെ പ്രശോഭിതമായ മുഖവുമായി ഒരു മഹാനിരിക്കുന്നു. ആരാ അത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ, ചുറ്റും സ്വഹാബത്തും.
എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇനി ഹംഫർ പറയട്ടെ. ഹംഫർ പറയുന്നു, ഹംഫർ പറയാണ്, ഞാനിങ്ങനെ കാണുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ മജ്ലിസിലേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് കടന്നിങ്ങനെ പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നത്രേ. പകരം പറയട്ടെ, ഇനി ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് കാന്തപുരം കടന്നു പോകുമ്പോ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത്രേ. എന്നിട്ട് ഹംഫർ പറയുന്നു, ഹബീബ് എഴുന്നേറ്റ് നിന്നിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചത്രേ, ആ കടന്നു വരുന്നത് ആരാണെന്നറിയുമോ? പകരം പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് കാന്തപുരത്തെ കാണിച്ചിട്ട് ചോദിച്ചത്രേ, ആ കടന്നു വരുന്നത് ആരാണെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല. ഹംഫർ പറയുകയാണ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ, എന്റെ സമുദായം ബിദ്അത്തിലും അന്ധകാരത്തിൽ ആവതിച്ചു പോകുന്നൊരു സമയത്ത് എന്റെ സമുദായത്തെ സമുദ്ധരിക്കാൻ വരുന്ന ശക്തനായ നേതാവാണ് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്രേ. ഇന്ന് നമ്മുടെ പകരം തന്നെ പറയും. എന്താ പറഞ്ഞത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? മന്ദസ്മിതം തൂകി കടന്നു പോകുന്ന കാന്തപുരത്തെ ഷെയ്ഖ് അബൂബക്കറിനെ കാണിച്ചിട്ട് ഹബീബ് തങ്ങൾ പറഞ്ഞു അത്രേ, ആരാ കടന്നു വരുന്നത്? എന്റെ സമുദായം അന്ധകാരത്തിലും അപകടത്തിലും വിശ്വാസരാഹിത്യത്തിലുമൊക്കെ പെട്ടുപോകുന്ന, അവർക്ക് നാഥനില്ലാതെ കഷ്ടപ്പെടുന്ന കാലത്ത് ആ സമൂഹത്തെ നയിക്കാൻ വന്ന ഏറ്റവും ശക്തനായ പണ്ഡിതനും നവോത്ഥാന നായകനുമായ ഷെയ്ഖ് അബൂബക്കറാണ് കടന്നു വരുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്രേ. എന്തൊരു ചേലുള്ള സ്വപ്നങ്ങൾ! ശത്രുക്കളുണ്ടാക്കുന്ന സ്വപ്നങ്ങൾക്കൊക്കെ സമാനതകളുണ്ട്. ശത്രുക്കളുണ്ടാക്കുന്ന പാത്രങ്ങൾക്കും സമാനതകളുണ്ടാവും. ശത്രുക്കൾ കൊണ്ടുവരുന്ന മുടിക്കും സമാനതകളുണ്ടാവും. ഈ ശത്രു സമൂഹം ഈ സമുദായത്തെ തകർക്കാൻ മറ്റൊരു ശത്രുവിനെ കൊണ്ടും സാധിക്കില്ലെന്ന് കണ്ടപ്പോ സമുദായത്തെ തകർക്കാൻ കണ്ടെത്തിയ ഏറ്റവും ശക്തമായ ആയുധം സമസ്തയുടെ ഒരു കാലഘട്ടത്തിലെ സെക്രട്ടറിയെ തന്നെ പിടിച്ച് ഈ നിലയിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നായിരുന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്റെ പഴയകാല നേതാവ് എ പി അബൂബക്കർ മുസ്ലിയാർ നല്ല നിലയിൽ നിന്നിരുന്നെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് ആ ശബ്ദം കേൾക്കാമായിരുന്നല്ലോ. പക്ഷെ ഇത് നിയന്ത്രിക്കുന്നത് മഹാന്മാരല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു പുറത്തെറിഞ്ഞു. ഇതിന്റെ നേതൃത്വമെങ്ങാനും അദ്ദേഹത്തിന്റെ കൈകളിൽ വരുമായിരുന്നെങ്കിൽ സിയോണിസം കേരളത്തിൽ കാലുകുത്തി എന്ന് പറയാൻ പറ്റുന്ന ദാരുണമായൊരു ദിവസം ഉണ്ടാകുമായിരുന്നു ഇവിടെ. അല്ലാഹു കാത്തു സമസ്തയുടെ കറാമത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട SSFR, ഇത് എവിടെ നിന്നെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തെ എതിർത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലം ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെ ഈ പ്രവർത്തനത്തെ ഒന്നും തിരിയാത്തവരെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞു തന്നപ്പോ തോന്നിപ്പോയതാണ്. ഞങ്ങൾ ഇവിടേക്ക് പഠിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ എനിക്ക് പുറത്തു തരണം. ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞു പോയതിന്റെ പിന്നിൽ കാരണക്കാരൻ കാന്തപുരമാണ്. എല്ലാം അയാൾ തന്നെയാണ് കാരണം. റബ്ബേ, ഈ സമുദായത്തെ പിഴപ്പിച്ചതിന് ഒന്നുകിൽ ആ മനുഷ്യനെ നീ കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ ഹിദായത്തിലാക്കണേ റഹ്മാനെ. ദുആ ചെയ്യുകയാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട സുന്നത്ത് ജമാഅത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്ന പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇவ்விധത്തിൽ ഏറ്റവും മോശമായ ഒരു പ്രസ്ഥാനത്തിൽ അകപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ പേര് തന്നെ പറഞ്ഞ് ഞങ്ങളെ ദുരുപയോഗം ചെയ്തത് ഈ മനുഷ്യനാണ്. മഹ്ശറിൽ ഞങ്ങൾ വിടൂല ഈ മനുഷ്യനെ. ചോദിക്കും, ഹബീബിന്റെ പേരിൽ കള്ളം പറഞ്ഞ് ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ബോംബെയിലെ ഒന്നാം തരം കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത മനുഷ്യനിൽ നിന്ന് മുടിയും കൊണ്ടുവന്നിട്ട് അതിന്റെ പേരിൽ ഇല്ലാത്ത കള്ള സനത് കൊണ്ടുവന്ന് ഒരു ബന്ധവുമില്ലാതെ കച്ചവടം നടത്തുന്ന ഈ മനുഷ്യനെ ഞാൻ തിരിച്ചറിയുകയാണിപ്പോ. ഞാൻ പറയട്ടെ, കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് കാലം സെൻസിംഗിന്റെയും അതുപോലെയുള്ള മറ്റ് മാസികകളുടെയും പത്രങ്ങളുടെയും പിന്നിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യമാ, മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞ് മുതലക്കുളത്ത് ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ടത്. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ആ സമൂഹത്തോടും ഈ സമൂഹത്തോടും. ഇത്രയും കാലം എന്റെ കൈകൾ, എന്റെ പേന ചലിച്ചത് ഏതൊരു സമൂഹത്തിനെതിരെയാണോ ആ സമൂഹത്തിന്റെ പ്രകീർത്തിതമായ സുന്ദരമായ ഇസ്ലാമിക ചൈതന്യത്തെ ഞാനിതാ എന്റെ കൺമുന്നിൽ കാണുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷവും ഇതിനേക്കാൾ വലിയ തിരിച്ചറിവും എവിടെയാ ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇനി നമുക്കൊരു സുപ്രഭാതം പിറക്കാൻ പോകുന്നു.
എന്റെ പേന ഇനി സുപ്രഭാതത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കും. കാരന്തൂരിലെ മർക്കസിലും കോഴിക്കോട്ടെ സുപ്രഭാതങ്ങളിലും കാന്തപുരം പത്രസമ്മേളനവുമായിട്ട് വരുമ്പോ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മുസ്തഫ മാഷ പോലുള്ളവരോട്, ആ പത്രസമ്മേളനത്തിൽ സുപ്രഭാതത്തിന്റെ പ്രതിനിധിയായി കാന്തപുരത്തിന്റെ മുന്നിലിരുന്ന് മിസ്റ്റർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമുദായത്തെ വിറ്റതിന് നിങ്ങൾക്ക് എത്ര കാശ് കിട്ടി എന്ന് ചോദിക്കാനൊരവസരം സുപ്രഭാതത്തിലൂടെ ഞാൻ ചോദിക്കുന്നു. ഈ സുപ്രഭാതത്തിന്റെ പിറവിയോടെ തകർന്നടിയുന്നത് പലതുമാണെന്നറിയാം. അറബിയിലെ പദപ്രയോഗങ്ങൾ പത്രങ്ങൾക്ക് പ്രയോഗിച്ചതുകൊണ്ട് അതൊരു നോട്ടീസായല്ലാതെ പത്രമായി നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് സുപ്രഭാതം തെളിയിക്കും. ഈ പ്രഭാതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സുപ്രഭാതം എന്ന വാക്കു തന്നെ എത്ര മനോഹരിതമാണ്, എത്ര സുന്ദരമാണ് ആ പദം. ഈ സുപ്രഭാതം പിറക്കുന്നതോടെ സമസ്ത എന്നത് ഒന്നും തിരിയാത്തവരുടേതാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് അവരുടെ മഞ്ഞക്കണ്ണട വലിച്ചെറിയാനും സമസ്തയെ വായിക്കാനും സുപ്രഭാതം കൊണ്ട് സാധിക്കും. അല്ലാഹു അതിന് തുണ നൽകട്ടെ. ഇതുപോലെയുള്ള പത്രപ്രവർത്തനങ്ങൾ ഒരുപാട് ഇനി ഈ പക്ഷത്ത് നിന്ന് നടത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പളപളപ്പ് സാമ്പത്തികതയുടെ ഇതൊന്നും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കച്ചവടം ചെയ്യരുതെന്നാണ് എന്റെ പ്രിയപ്പെട്ട നേതാവിനോട് പറയാനുള്ളത്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനകളുണ്ട്. മുസ്ലിം ലീഗുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഒരുപാട് കാലം ഭരണം മാറി മാറി നടത്തിയവരാണ് അവരൊക്കെ ഇവിടെ യാത്രകൾ നടത്താറുണ്ട്. അവരൊന്നും യാത്ര നടത്തിയിട്ടും അവരുടെ യാത്രകളിലൊന്നുമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ട് നേതാവ്. അന്ന് ആ കൂട്ടത്തിൽ ഒരുപാട് വാഹനങ്ങൾ കണ്ടു, ആഡംബര വാഹനങ്ങൾ. ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട് അന്ന് തന്നെ. അന്ന് ഞാൻ ആ സമ്മേളനത്തെ വെറുത്തിട്ട് തിരുവനന്തപുരത്ത് പോകാതെ ലോഡ്ജിൽ റൂം എടുത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സാധ്യതയും ആ സദസ്സില്ല. രണ്ട് ഭാഗത്തും മലക്കുകൾ വരാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തിരിയുമല്ലോ ഭാഷ. അത്രത്തോളമുള്ളൊരു സദസ്സാണെന്ന് മനസ്സിലായി ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ ആ യാത്രകളിലെ അനുനിമിഷം ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അനുനിമിഷം അനുഗമിച്ചിട്ടുണ്ട്. ഗുണഗണങ്ങൾ സമൂഹത്തിന് അതിന് കിട്ടിയിട്ടുമുണ്ട്. ഈ അനുനിമിഷം അനുഗമിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? കേരളത്തിലെ ഇത്രയേറെ ഭരണം നയിച്ച പാർട്ടികൾക്ക് പോലും ഇത്രയധികം ആഡംബര വാഹനങ്ങൾ വെച്ച് യാത്ര നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ചോദ്യം ഉണ്ടായിരുന്നു, സഅദിയയുടെയും കാരന്തൂരിലെ മർക്കസിന്റെയും മുറ്റത്ത് പെട്രോൾ ബങ്കുകളുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ പണം? അപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. തൊട്ടു പിന്നാലെ വന്ന യാത്രയിൽ, ഹമീദ് ഫൈസിയുടെ വിമോചന യാത്രയിൽ ഉത്തരം കിട്ടി. എന്താ ഉത്തരം കിട്ടിയത്? മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ നരേന്ദ്രമോദിയിൽ നിന്ന് വാങ്ങിയ ആ രക്തം വിറ്റ് കിട്ടിയ 5 കോടി രൂപയിൽ നിന്നാണ് ഈ യാത്രയുടെ പിന്നാമ്പുറങ്ങളെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിനെ വെറുത്തിട്ടുണ്ട്. അതിനു മുമ്പ് വെറുത്തിട്ടുണ്ട്. പിന്നീട് 2 കൊല്ലക്കാലം അതിനകത്ത് എനിക്ക് നിർബന്ധമായ പഠനങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോ ചെയ്തത് തെറ്റാണെന്ന് തോന്നാതിരിക്കാൻ അത്രമേൽ കൃത്യമായി ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്ന് പോരണം. അങ്ങനെ നേരെ ഞാൻ പോയി പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രിയപ്പെട്ട മുസ്ലിം കേരളത്തിന്റെ അഭിമാനമായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൈപിടിക്കാൻ കഴിഞ്ഞ നിമിഷം, ആ കൈകളിലേക്ക് തൊടാൻ കഴിഞ്ഞ നിമിഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു പ്രയാണമായിരുന്നു. അത് ഹബീബിലേക്ക് നടന്നെടുക്കുന്നതാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. ഹബീബിലേക്ക് എടുക്കാൻ തിരുഹബീബിന്റെ പൗത്രന്മാരിലൂടെ കഴിയുമെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 26 കൊല്ലം പലർക്കൊപ്പോൾ നടന്നപ്പോ അവിടുത്തെ കൈ പിടിച്ചപ്പോ ഞാൻ എത്തിപ്പെട്ടത് ഗുജറാത്തിലെ മോഡിയുടെ മുന്നിലായിരുന്നു. പക്ഷേ പകരം ഇവിടെ ഈ കൈകൾ പിടിച്ചപ്പോ ഞാൻ എത്തിപ്പെട്ടത് പ്രിയപ്പെട്ട പാണക്കാട്ട് തങ്ങളുടെ കൈ പിടിച്ചപ്പോ ഞാൻ എത്തിപ്പെട്ടത് പാണക്കാട്ട് പ്രിയപ്പെട്ട തങ്ങളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ഈ പാതയെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് ജീവിതത്തിന്റെ പഥ്യമാവാനും ജീവിതാവസാനം വരെ ഇത് തുടരാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും പഴയകാല സഹചാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.